ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും രൂപീകരിക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. കറണ്ടിൻ്റെ ദിശയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയും തമ്മിലുള്ള ബന്ധം പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വൈദ്യുതിയുടെ ദിശ, വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അഥവാ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും തമ്മിലുള്ള ബന്ധം പഠിച്ചത്? അതെ, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം. മാക്സ്വെല്ലിൻ്റെ പേരിൽ വേറൊരു നിയമം കൂടി നമ്മൾ പറഞ്ഞല്ലോ. അത് തന്നെയാണ്. ഏതാണ്? മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ നിയമം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. നമുക്കിന്ന് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ ഒന്ന് വലയ രൂപത്തിലാക്കി നോക്കിയാലോ? ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ നമുക്ക് വളച്ചു വച്ചതിന് ശേഷം വൈദ്യുതി കടത്തിവിടുകയും ആ റിങ് സർക്കുലാർ ലൂപ്പ് ഫോം ചെയ്യുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? അതിനുമുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. എല്ലാവരും ഏതാണ് അസൈൻമെൻറ്റ്? പേജ് നമ്പർ 42 ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന ഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യമാണ് തന്നിരുന്നത്. നിങ്ങളെല്ലാവരും സയൻസ് ഡയറിയിൽ ഉത്തരം എഴുതി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൻ്റെ ശരിയായ ഉത്തരമാണ് ഈ കാണുന്നത്. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തിയതുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ശരിയായ ഉത്തരം ഇത് നോക്കി തിരുത്തി എഴുതേണ്ടതാണ്. എഴുതിയാൽ മാത്രം മതിയോ? പഠിക്കുകയും വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പരീക്ഷണ പ്രവർത്തനങ്ങളുമായി പോവാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ ഒരു ഋജു ചാലകം, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ ഇങ്ങനെ വലയ രൂപത്തിൽ വച്ചിരിക്കുകയാണ്. അതായത് ദ കണ്ടക്ടർ ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ റിങ്. ഈ ഉപകരണം എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു മാഗ്നറ്റിക് കോമ്പസ് ആണ്. മാഗ്നറ്റിക് കോമ്പസ്. ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ പ്രത്യേകതയും നിങ്ങൾക്കെല്ലാം അറിയാം. എന്താണിത്? ഇതിൽ 2 പോൾസ് ഉണ്ട്. ഈ കാണുന്നത് ഇങ്ങനെ റെഡ് കളറായിട്ടുള്ള ഒരു എൻഡ് ഉണ്ട്. ഇതാണ് നോർത്ത് പോൾ, ഉത്തര ധ്രുവം. അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഭാഗം, കളറൊന്നും ഇല്ലാത്ത ഈ ഭാഗം നമ്മൾ സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവം എന്നാണ് പറയുക. ഇത് നമ്മൾ സ്വതന്ത്രമായി ഒരു സ്ഥലത്ത് വച്ചാൽ എന്ത് പ്രത്യേകതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? കോമ്പസ് നീഡിൽ, ഇതിലുള്ള പിവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ, ഒരു സൂചിമുനയിൽ നിർത്തിയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ, ഇങ്ങനെ നിർത്തിയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? നോർത്ത് സൗത്ത് പൊസിഷനിൽ നിൽക്കും. അല്ലേ? കുറച്ച് നേരം അനക്കാതെ വെച്ചാൽ നോർത്ത് സൗത്ത് പൊസിഷനിൽ നിൽക്കും. ഇവിടെ ഇപ്പോൾ ഈ റിങ് നിങ്ങൾ കാണുന്ന
രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ റിങ്ങിൻ്റെ തലം പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ പ്ലെയിൻ ഇതിങ്ങനെ, ഈ പ്ലെയിൻ. നമുക്ക് ഈ മാഗ്നറ്റിക് നീഡിലും ഈ വലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കുലർ ലൂപ്പിൻ്റെ പ്ലെയിനും പാരലൽ ആക്കണം, സമാന്തരമാക്കണം. ആദ്യം പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുക? ഈ ബോർഡ് പതിയെ ഇങ്ങനെ തിരിച്ച് ഇതുപോലെ സമാന്തരമാക്കി വയ്ക്കുക. ഉണ്ടോ? മാഗ്നറ്റിക് കോമ്പസ് തിരിച്ച് നോർത്ത് സൗത്ത് പൊസിഷനിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് ആ നീഡിൽ ഒരല്പ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ നീഡിൽ നോർത്ത് സൗത്ത് പൊസിഷനിൽ തന്നെ യാതൊരു വൈബ്രേഷനും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ നമ്മളിത് നോർത്ത് ഡയറക്ഷനെന്നും ഈ കാണുന്ന എന്താ സൗത്ത് ഡയറക്ഷനെന്നും പറയും. അല്ല വെച്ചു. ഇനി നമുക്ക് ഈ ലൂപ്പിലൂടെ ഈ വലയത്തിലൂടെ വൈദ്യുതി കടത്തിവിടാം. അപ്പോൾ അതിനായി ഇവിടെ ഒരു എലിമിനേറ്റർ ഉണ്ട്, റിയോസ്റ്റാറ്റ്. നിങ്ങൾക്കറിയാം റിയോസ്റ്റാറ്റ് എന്തിനാണ് ഉപയോഗിക്കുക? റിയോസ്റ്റാറ്റ് നമ്മൾ ഒരു സർക്യൂട്ടിലെ കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന്, കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി ആണ് റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുക. പിന്നെ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യുന്നതിന് അമ്മീറ്ററുണ്ട്. നമുക്ക് സ്വിച്ച്, ഈ കറണ്ട് സ്വിച്ച് ഓണും ഓഫും ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, ഈ കാണുന്നത് ഈ റെഡ് കളറിൽ ഈ കാണുന്നത് പോസിറ്റീവാണ്. ഇതെന്താണ്? ഈ കാണുന്നത് ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്യുകയാണ്, നെഗറ്റീവ് ഇവിടെ. ഓക്കെ. ഞാൻ ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഈ വലയത്തിൻ്റെ ഈ ഭാഗത്ത്, ഇതിന് നമുക്ക് എ എന്ന് പറയാം, ഈ ഭാഗം ബി. അപ്പോൾ ഇത് എ, ഈ കാണുന്ന ബി. എ എന്ന അഗ്രത്ത് ഞാൻ ഈ മാഗ്നറ്റിക് കോമ്പസിനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറണ്ട് കടത്തിവിടാം. ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യാണ്. ശരിക്കും നോർത്ത് സൗത്ത് പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇവിടെ നോക്കൂ, ഇതിലെത്രയാ? ഏതാണ്ട് 0.5 ആംപിയർ കറണ്ട്. അത് നമുക്ക് ഒരു 1 ആംപിയർ കറണ്ടിലേക്ക് ഞാൻ മാറ്റുന്നു. നമുക്കിങ്ങനെ ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 1.5, പിന്നെ 2, 2.5, 3 വരെ നമുക്കിതിൽ കറണ്ട് കടത്തിവിടാൻ സാധിക്കും. ഉള്ള കറണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങളിവിടെ ഈ കോമ്പസിലൂടെ നോക്കുക, കണ്ടോ? നീഡിൽ തിരിയുന്നുണ്ടല്ലോ. കറണ്ട് കൂടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നീഡിൻ്റെ ഡിഫ്ലക്ഷന് മാറ്റം വരികയാണ്. കറണ്ട് ഏതാണ്ട് 0.5 ആംപിയർ ആയിരുന്നപ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷൻ, ഒരു 10-20 ഡിഗ്രി തിരിഞ്ഞിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് കൂടുതലായി ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. വളരെ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുക. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇത് കറണ്ടിൻ്റെ അളവിനും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ നീഡിലിൻ്റെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് പോൾ ഏത് ദിശയിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്? നമ്മൾ പഠിച്ച മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചാലോ? നമ്മൾ പഠിച്ച മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം അനുസരിച്ച് നമുക്കിതൊന്ന് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ഞാൻ ഈ എ എന്ന അഗ്രത്ത് ഈ കണ്ടക്ടറിൽ വലത് കൈ കൊണ്ട് പിടിക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെ ഇത് പോസിറ്റീവാണ്. പോസിറ്റീവിൽ നിന്ന് കറണ്ട്, അതായത് ഇവിടെ എത്തുമ്പോൾ ഇത് എയിൽ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് എൻ്റെ ഈ പെരുവിരൽ തരുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ പെരുവിരൽ തരുന്നു. ഈ കണ്ടക്ടറിനെ ചുറ്റിയിരിക്കുന്ന മറ്റ് വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയും തരികയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം.
എ എന്ന പൊസിഷനിൽ മാഗ്നറ്റിക് നീഡിൻ്റെ ഡിഫ്ലക്ഷൻ നോക്കൂ, ഈ ഡയറക്ഷൻ അല്ലേ, കറണ്ട് കുറച്ചുകൂടി കൂട്ടി നോക്കാം, ഈ ഡയറക്ഷനിലാണ്, അതായത് ഈ ഡയറക്ഷനിൽ കണ്ടല്ലോ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശയ്ക്കനുസരിച്ചാണ് ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് പോൾ ചലിക്കുക. അപ്പം എല്ലാവരും അത് ഓർമ്മിക്കണം. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് നോർത്ത് പോൾ ഓഫ് ദ കോമ്പസ് മൂവ്സ്. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ആ കാന്തിക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്രമായ ഉത്തരധ്രുവം, ഒരു കോമ്പസിൻ്റെ സ്വതന്ത്രമായ ഉത്തരധ്രുവം ചലിക്കുന്ന ദിശയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ദിശ ഇതാണ്. ഇവിടെ മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഉത്തരധ്രുവം ചലിച്ചതോ ഈ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇൻ ടു ദ കോയിൽ, കോയിലിന് ഉള്ളിലേക്ക്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നോക്കാം. ഇവിടെ നോക്കൂ, ഞാൻ മാഗ്നറ്റിക് കോമ്പസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് കറണ്ട് കടത്തിവിടാം. ഒരല്പസമയം നമ്മൾ കൊടുക്കണം. ഈ നീഡിലിൻ്റെ വൈബ്രേഷൻ ഒന്ന് നിലയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീണ്ടും കറണ്ട് കടത്തിവിട്ട് നോക്കാം. ഇതാ നോക്കൂ, ഇവിടെ ഈ നോർത്ത് പോൾ ചലിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇവിടെ ഇങ്ങോട്ടായിരുന്നു, ഇവിടെ നേരെ തിരിച്ച്. അപ്പോൾ നമുക്ക് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നോക്കൂ, ഉണ്ടോ, ഇവിടെ ബിയിൽ കറണ്ടിൻ്റെ ദിശ താഴേക്കാണ്, എയിൽ മുകളിലേക്കായിരുന്നു. താഴേക്കായിരുന്നപ്പോൾ എൻ്റെ മറ്റ് വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ തരികയാണ്. അപ്പോൾ ഇവിടെ ഈ നോർത്ത് പോൾ ചലിച്ചത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലേക്കാണ്. അപ്പോൾ എയിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇങ്ങനെയായിരുന്നു, ബിയിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇങ്ങനെയാണ്. അപ്പോൾ അറ്റ് ദ എൻഡ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ കോയിൽ. അതുപോലെ തന്നെയാണ് അറ്റ് ദ എൻഡ് ബി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ കോയിൽ. അപ്പോൾ ഹിയർ കറണ്ട് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കറണ്ട് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ക്ലോക്ക് വൈസ് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ വാച്ചിലെ സൂചികളുടെ ചലനത്തിൻ്റെ ദിശ, സൂചികളുടെ ചലനത്തിൻ്റെ ദിശ അതാണ് ക്ലോക്ക് വൈസ്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോയിലിലൂടെയുള്ള വൈദ്യുത പ്രവാഹം ക്ലോക്ക് വൈസാണ്, പ്രദക്ഷിണ ദിശ, പ്രദക്ഷിണ ദിശയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഇൻ ടു ദ കോയിൽ, കണ്ടല്ലോ. ഇനി കറണ്ട് നമുക്കൊന്ന് തിരിച്ചു നോക്കിയാലോ. ഇവിടെ ഇപ്പോൾ കറണ്ട് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഡയറക്ഷനിലാണ്. തിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ദാ നെഗറ്റീവ് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ഇവിടെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇത് പോസിറ്റീവാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ബി ടു എ. സ്വിച്ച് ഓൺ ചെയ്യുന്നു, കണ്ടോ, നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്ത ഡയറക്ഷൻ കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതുപോലെയായി. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ, ഔട്ട് ഫ്രം ദ കോയിൽ. നേരത്തെ എന്തായിരുന്നു, ക്ലോക്ക് വൈസിലായിരുന്നപ്പോൾ ഇൻ ടു ദ കോയിൽ. ആൻറ്റി ക്ലോക്ക് വൈസ് ആയപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയപ്പോൾ ഔട്ട് ഫ്രം ദ കോയിൽ, കോയിലിന് പുറത്തേക്ക്. നേരത്തെ കോയിലിനുള്ളിലേക്കായിരുന്നു, ഇപ്പോൾ കോയിലിന് പുറത്തേക്ക്. ഇത് ഈ ഡിഫ്ലക്ഷൻ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എൻഡ് എയിൽ
മാഗ്നറ്റിക് നീഡിൻ്റെ ഡിഫ്ലക്ഷൻ നമുക്ക് നോക്കാം. അത് നോക്കൂ, ഉണ്ടോ? അപ്പോൾ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഡയറക്ഷൻ അല്ലേ? നേരത്തെ ഇങ്ങോട്ടായിരുന്നു, ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ഇതുപോലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടോ ഔട്ട് ഫ്രം ദ കോയിലിൻ്റെ പുറത്തേക്ക്. ഇതെന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും? ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇതൊരു ബാർ മാഗ്നറ്റാണ് അല്ലേ? ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഈ കാണുന്നത്, ഇതെന്താ? സൗത്ത് പോൾ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഇവിടെ നിങ്ങൾക്ക് ഈ കോമ്പസ് കണ്ട് മനസ്സിലാക്കാം, ഉണ്ടോ? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ. എവിടെയാ? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. അപ്പോൾ വാട്ട് അബൌട്ട് ഇൻസൈഡ് ദ മാഗ്നറ്റ്? മാഗ്നറ്റിനുള്ളിൽ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും, ആണല്ലോ. അപ്പോൾ ഇവിടെ കാന്തിക മണ്ഡല രേഖകൾ എവിടെ നിന്ന് തുടങ്ങുന്നു? നോർത്തിൽ നിന്ന് തുടങ്ങുന്നു, സൗത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ നോർത്തിൽ പുറത്തേക്ക്, സൗത്തിൽ അകത്തേക്ക്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കിയാലോ. ഇവിടെ ഇപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ആകുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഈസ് ഫ്രം എ ടു ബി, അതായത് കറണ്ട് എവിടെ നിന്നാ? എയിൽ നിന്ന് ബിയിലേക്ക്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പ്രദക്ഷിണ ദിശയിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ എന്താ സംഭവിക്കുക? സ്വിച്ച് ഓൺ ചെയ്യുന്നു, നീഡിൽ ഈ ദിശയിൽ ചലിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഇൻ ടു ദ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ കോയിലാണെങ്കിൽ ആ വശം അല്ലെങ്കിൽ ആ അഗ്രം എന്തായിരിക്കും? കറക്റ്റ് സൗത്ത് പോളായിരിക്കും. അപ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോഴോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഔട്ട് ഫ്രം ദ കോയിൽ, അതായത് കോയിലിന് പുറത്തേക്ക്. എങ്കിൽ ആഗ്രം എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവിടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രദക്ഷിണ ദിശയിലായിരുന്നപ്പോൾ ഇൻ ടു ദ കോയിൽ, ഈ വശം സൗത്ത് പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. എങ്കിൽ ഈ അഗ്രം എന്താ ആയിട്ട് ആക്ട് ചെയ്യും? ഈ വശം നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിഫ്ലക്ഷൻ കൂടുന്നത്? കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കൂടുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഇഫ് കറണ്ട് ഇൻക്രീസസ്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്, ദ മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട്സ് മോർ. അപ്പോൾ ഒരു ഫാക്ടർ നമ്മൾ പഠിച്ചു, കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ അല്ലേ? ഏതാണത്? കറണ്ട് കൂടുമ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയും കൂടും. ഇനി വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന വേറെ ഏതെങ്കിലും ഘടകം ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് വേറെ ചില പരീക്ഷണങ്ങൾ, വേറെ ഒന്ന് രണ്ട് പരീക്ഷണങ്ങൾ കൂടെ ചെയ്തു നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഉപകരണം കണ്ടോ? ഇതിൽ ഞാൻ ഒരു വലയമാണ് ഈ ഉപകരണത്തിൽ വച്ചിട്ടുള്ളത്. ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൊണ്ടുള്ള ഒരൊറ്റ റിങ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വൈദ്യുതി കടത്തിവിട്ട് നോക്കാം.
ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വൈദ്യുത കണക്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ നീഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ നിങ്ങൾ നോക്കുക. ഉണ്ടോ? ഇവിടെ ഏതാണ്ട് 1.5 ആംപെയർ കറണ്ടാണ് കടത്തിവിട്ടുള്ളത്. 1.5 ആംപെയർ കറണ്ട് കടത്തിവിട്ടപ്പോൾ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ, നീഡിൽ റെസ്റ്റിലായി. ഇനി കറണ്ട് അല്പം കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. മാഗ്നറ്റിക് നീഡിൻ്റെ ഡിഫ്ലക്ഷൻ കൂടുന്നുണ്ടോ? നല്ലവണ്ണം കൂടുന്നുണ്ടല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും ഇൻക്രീസ് ചെയ്യും. ഇനി കറണ്ട് ഒന്ന് തിരിച്ചു കൊടുത്താലോ? കറണ്ട് തിരിച്ചു കൊടുത്താൽ ഇത് വിപരീത ദിശയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. നോക്കൂ, ഉണ്ടോ? അപ്പോൾ എന്താ വിപരീത ദിശയിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്യപ്പെട്ടു. ഇനി നോക്കിക്കോളൂ, നമുക്ക് ഈ മാഗ്നറ്റിക് കോമ്പസിനെ ഈ രണ്ട് വശത്തേക്കും അല്പം വലിച്ചു നീക്കി നോക്കാം, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ നീഡിൻ്റെ ഡിഫ്ലക്ഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഞാനിതിനെ ഇങ്ങനെ വലിച്ചു നീക്കുകയാണ്. ഉണ്ടോ? വലിച്ചു നീക്കുമ്പോൾ എന്താ സംഭവിച്ചത്? നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്നു. ഇതേപോലെ നമുക്ക് ഇവിടെ ഏതാണ്ട് എത്ര ദൂരത്തേക്കാണ് വന്നിരിക്കുന്നത്? ഇത് മുതൽ ഇതുവരെ മാത്രം അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു അടയാളം ഇടാം. ഇപ്പോൾ ഞാനിതവിടെ ഒരു അടയാളം ഇട്ടിട്ടുണ്ട്, ഏതാണ്ട് ഇതുവരെ. ഉണ്ടോ? ഇനി അപ്പുറത്തെ വശത്തേക്ക്, മറുവശത്തേക്ക് നമുക്കൊന്ന് ഇതിനെ നീക്കി നോക്കാം. ഇതാണ്ടേ, അപ്പോഴും നീഡിലിതാ ഏതാണ്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇതുവരെ. ഇനി നോക്കൂ, ഞാനിപ്പോൾ ഇതിവിടെ വച്ചിട്ടുണ്ട്. നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ നിൽക്കുകയാണ്. ഞാൻ കറണ്ടിൻ്റെ അളവ് വീണ്ടും കൂട്ടുകയാണ്. ഇവിടെ ഇപ്പോൾ 1.1 ആംപിയർ ആണിപ്പോൾ ഉള്ളത്. ഇതിനെ ഞാനിതാ വീണ്ടും കൂട്ടി 1.5 ഇതാ 2.5ലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ നീഡിലിൻ്റെ ഡിഫ്ലക്ഷനുകൾ കാണുന്നുണ്ടല്ലോ. നോർത്ത് സൗത്തിൽ നിന്ന് അല്പം മാറി. ഇനി വീണ്ടും ഇതിനെ കുറേ കൂടി ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഉണ്ടോ? ഏതാണ്ട് ഇവിടെ എത്തിയപ്പോൾ അത് വീണ്ടും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെ വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ, ഇവിടെ ഒരു ബിന്ദു, ഇവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി. ഇവിടെ വന്നപ്പോൾ ഡിഫ്ലക്ഷൻ മാറി നോർത്ത് സൗത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഡിഫ്ലക്ഷൻ മാറി നോർത്ത് സൗത്തിൽ വന്നു. ഇവിടെ ഈ കോയിലിൻ്റെ ഇരുവശത്തേക്കും കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് ഈ പോയിന്റിലെത്തിയപ്പോൾ ഈ നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്നു. ഇവിടെ ഈ പോയിന്റിലെത്തിയപ്പോൾ എന്താണ്? നീഡിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്നു. അതായത് ആ ബിന്ദുക്കളിൽ, ആ പോയിൻറ്റ്സിൽ എത്തിയപ്പോൾ നീഡിൽ മേൽ ബലമൊന്നും അനുഭവപ്പെട്ടില്ല. ഈ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ നീഡിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ഇൻ്ററാക്ഷൻ കൊണ്ടാണ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ പോയിന്റിലെത്തിയപ്പോൾ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തില്ല. ഇവിടെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവുകയാണ്. തുല്യവും വിപരീതവുമാവുന്നത് കൊണ്ട് ആ നീഡിന്മേൽ ബലമൊന്നും അനുഭവപ്പെട്ടില്ല. ഈ പോയിൻറ്റ്സ് നമ്മൾ നൾ പോയിൻറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുകയും മാഗ്നറ്റിക് ഫീൽഡ് സ്പ്രെഡ് ചെയ്യുന്ന ആ സ്പേസ്, മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ സ്പേസിലേക്ക് വ്യാപിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ ഭാഗത്തേക്ക് ബലം പ്രയോഗിക്കാനും സാധിച്ചു. ഇനി നമുക്ക് ഇതേ പരീക്ഷണം കൂടുതൽ വലയങ്ങളുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാലോ? ശ്രദ്ധിക്കൂ, ഇവിടെ നമ്മൾ ഇതുപോലെ മാഗ്നറ്റിക് നീഡിനെ ആദ്യം നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കറണ്ട് കടത്തിവിടേണ്ടത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കുമുള്ള ഡിഫ്ലക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നോക്കൂ,
ഞാനിത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, കണ്ടോ? നേരത്തെ ഒറ്റ കോയിൽ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ പോലെയാണോ ഇപ്പോൾ? അല്ല. ഇതാ കണ്ടോ, നോക്കൂ, നിങ്ങളെല്ലാവരും ഇതിൽ നോക്കൂ, ഇവിടെ നോക്കൂ. ഇപ്പോൾ നീഡിൽ റെസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാനിത് സ്വിച്ച് ഓൺ ചെയ്യാണ്. കണ്ടോ ഡിഫ്ലക്ഷൻ കണ്ടോ? നേരത്തെ ഒറ്റ കോയിലായിരുന്നപ്പോൾ ഏതാണ്ട് എത്രയാണ്, ഒരു 40ഓളം ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ കണ്ടോ വളരെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകും. കറണ്ട് ഇനിയും കൂട്ടിയാലോ? നോക്കൂ, നിങ്ങൾ അമ്മീറ്റർ കൂടെ ശ്രദ്ധിക്കൂ. കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഇവിടെ നീഡിലിൻ്റെ ഡിഫ്ലക്ഷനും വളരെയധികം കൂടുകയാണ്. അപ്പോൾ എന്താ മനസ്സിലായത്? നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ആസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്. ആസ് കറണ്ട് ഇൻക്രീസസ്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ ഇൻക്രീസസ്. ക്ലിയറായോ? എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കുക. വായിച്ച് ഈ നിയമങ്ങളെല്ലാം പഠിക്കണം. സയൻസ് ഡയറിയിൽ എല്ലാ രേഖപ്പെടുത്തലുകളും നിങ്ങൾ വരുത്തണം. സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളുടെ അധ്യാപകർ ഇതെല്ലാം പരിശോധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 42 ലെറ്റസ് അസസ്, വിലയിരുത്താം എന്ന ഭാഗത്തെ 3-4 ക്വസ്റ്റ്യൻസ്, മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ നിങ്ങൾ സയൻസ് ഡയറിയിൽ ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരണം. എല്ലാവർക്കും ശുഭദിനം.